എടാ നിനക്കെന്താ തൃശ്ശൂർ പൂരത്തിന് വല്ല മേളം കിട്ടിയോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, മേശപ്പുറത്ത് താളം പിടിച്ചിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ്. എടാ താളം പിടിച്ചൊന്നുമല്ല, ടെൻഷൻ അടിച്ചിട്ട് കൈ വിറയ്ക്കുന്നതാണ്. സോറി അളിയാ, ഞാൻ അറിയാതെ. എടാ നമുക്കേ കുറച്ച് ദിവസം ലീവ് എടുത്താലോ? ബെസ്റ്റ്. അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ഞാൻ ഈ നാടേ വിട്ടു പോയിരുന്നേനെ. എടാ ഇത് കമ്പനി നൽകുന്നൊരു ട്രെയിനിങ് ആണ്. അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജോലി പോകും. അത് നിനക്കറിയാലോ. എടാ ശ്യാമിൻ്റെ വായിൽ പെടുന്ന നല്ല ജോലി പോണതാ. നീ പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ട്. നിനക്ക് ഓർമ്മ ഉണ്ടോ ആ മീരയുടെ വയത്തലെ ശ്യാമ കുറെ വെറുപ്പിച്ച് നടന്ന് നമ്മളില്ലാത്ത കള്ളത്തരം പറഞ്ഞ് അവനെ ബാംഗ്ലൂരിൽ പറപ്പിച്ച ഓർമ്മ ഉണ്ടോ എനിക്ക്? ഇനി നമ്മളാണ് അതിൻ്റെ പിന്നിലെന്ന് അവനറിഞ്ഞു കാണുമോ? ഏയ് അതറിയാനൊന്നും വഴിയില്ല. ഇനി എങ്ങാനും അത് അറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ തീർന്നു. രണ്ടുപേരും ട്രെയിനിങ്ങിന് റെഡിയായി രാവിലെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. നേരത്തെ കുരിശ്. രാവിലെ നേരത്തെ വന്നതായിരിക്കില്ലേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ കുട്ടി? പിന്നല്ലാതെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുവരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എല്ലാം സ്വന്തമായിട്ട് കണ്ട് മനസ്സിലാക്കുമല്ലായിരുന്നു ഇത്രയും കാലം. അപ്പൊ പിന്നെ പ്രൊഫഷണൽ ആവാൻ കിട്ടുന്ന ഒരു അവസരം എന്തായാലും യൂസ് ചെയ്യണ്ടേ? മാത്രല്ല ഏതോ വലിയൊരു ട്രെയിനർ വരുന്നേന്നാ കേട്ടത്. നല്ല ബെസ്റ്റ് ട്രെയിനറാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ട്രെയിനിങ് അടിപൊളിയായിരിക്കും. മനസ്സിലായില്ല? മനസ്സിലായില്ലല്ലേ? ആളെപ്പം പെശകാണെന്ന് പറയും. പിശകെന്ന് പറഞ്ഞ അതെ, പെശകെന്ന് പറഞ്ഞ അല്ല ശ്യാമോ ആയിഷാം എത്തി. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റി ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോഴും ഞാൻ എത്തി. അല്ല ആ പെശ എന്താണെന്ന് മായയോട് പറഞ്ഞില്ല? അതോ അത് വേറൊന്നുമില്ല. ട്രെയിനിങ്ങിനിടയിൽ ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശ്യാമാകെ വയലുണ്ടാവും, പിന്നെ ആളാകെ പെശകാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യമില്ലാണ്ട് വലിഞ്ഞു കയറി വന്നു. അതാണ് വല്ലാത്ത സർപ്രൈസ് തന്ന് കയറി വന്നു. മോനെ മനു, ഇതൊക്കെ എന്ത് സർപ്രൈസ്? ശരിക്കുള്ള സർപ്രൈസ് ഒക്കെ കാണാതിരിക്കണല്ലേ ഉള്ളൂ അല്ലേ ജോണേ? പിന്നെ അല്ലാതെ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് ഓഫീസ് ഭരിച്ച് ക്ഷീണിച്ചിരിക്കും. അതെ അതെ. ഇനിയിപ്പോ ഞങ്ങളുണ്ടല്ലോ. ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ കളി കാണാൻ പോകുന്നത്. ഈ കളി എന്ന് പറയുമ്പോ ജെൻഡർ ന്യൂട്രൽ വല്ലതാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പങ്കെടുക്കാമല്ലോ അല്ലേ? അയ്യോ, മായ നിർത്ത് പഠിക്കണ്ട. മായക്ക് എന്റെ മനസ്സിൽ അല്ല എന്റെ ട്രെയിനിങ്ങിനിടയിൽ പ്രത്യേക ഒരു സ്ഥാനം തന്നെയുണ്ട്. ഓക്കെ. അല്ല അതെ, രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും നെഞ്ചത്തേക്കാണല്ലോ കയറുന്നത്. അല്ല കൃഷ്ണ സാറിനെ എങ്ങാനും കണ്ടായിരുന്നോ? കൃഷ്ണ സാറിനൊക്കെ എപ്പോ വേണമെങ്കിൽ കാണാമല്ലോ. ഇവിടെ വന്നപ്പോ തന്നെ നിങ്ങൾ രണ്ട് മുത്തോണികളെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് വല്ലാണ്ട് കുതിച്ചു പോയി. അത് വല്ലാത്തൊരു കൊതിപ്പ് തന്നെ. എന്തായാലും ട്രെയിനിങ്ങിന് മുമ്പ് നിങ്ങൾ എന്തായാലും കണ്ടല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിന് ഇടയ്ക്ക് സംസാരിക്കാം. അതോടെ നമുക്ക് കൃഷ്ണ സാറിനെ കൊണ്ടുവരാം. പിന്നെന്താ? ഓക്കെ. എനിക്കിനി ഇവിടെ നടക്കണമെന്നും കാണാനുള്ള ത്രാണിയില്ല. ഞാൻ അവിടെ നിന്ന് എങ്ങോട്ടേലും പോവാണ്. എങ്ങോട്ടേലും? എടാ നീ ഇങ്ങനെ ഒളിച്ചോടാന്ന് എങ്ങനെയാ ശരിയാവാ? എടാ അവന്മാരെ പദ്ധതികൾ എന്താണെന്ന് അറിയണ്ടേ? അതിപ്പോ അറിയാൻ എന്തിരിക്കുന്നു? കുറച്ച് സമയത്തിനുള്ളിൽ എന്തായാലും ട്രെയിനിങ് സ്റ്റാർട്ട് ആവും. അപ്പൊ ശ്യാം തന്നെ എന്തൊക്കെയാണ് പദ്ധതികൾ എന്ന് വിശദീകരിച്ചു തരും. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. അതെ, നന്ദിയുണ്ടേ. താങ്ക് യു. ഇത്രയും ഷോർട്ട് നോട്ടീസിലും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ശ്യാം ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സാർ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവൻ കറങ്ങി നടന്ന ട്രെയിനിങ് നടന്ന ആളല്ലേ? അതെ സാർ. ഇപ്പൊ ഇന്ത്യ മാത്രമല്ല, വിദേശത്തുണ്ട്. വിദേശത്ത് എവിടെ? വിദേശത്ത് ദുബായ്, ഷാർജ, ഫലൂഡ. അല്ല ഫലൂഡ അല്ല, കോലാലംപൂർ, മലേഷ്യ, ജപ്പാൻ എല്ലായിടത്തും. ഓ ഗുഡ്. അപ്പൊ ഏത് തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് ശ്യാം ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്? സാർ എനിക്കിവിടെ നേരത്തെ തന്നെ വന്ന അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനു രാകേഷും നല്ല പൊട്ടൻഷ്യലുള്ള ജോലിക്കാർ തന്നെയാണ്. പക്ഷേ അവർക്ക് നല്ല ട്രെയിനിങ് കുറച്ചുകൂടെ കൊടുത്താൽ അവരിപ്പോൾ ഈ നോർമൽ ലെവലിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതെ, അതുകൊണ്ടാണല്ലോ ശ്യാമിനെ ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. അതെ, അത് ശ്യാമിനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. അതെ, ഞാൻ ശ്യാമായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തത് സാർ. അതെ. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളും ഞാൻ ശ്യാമയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ശ്യാം ഒരു ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതെന്തായാലും വർക്കൗട്ട് ആവുന്നതാണ്. വർക്കൗട്ട് ആകണം. എനിക്ക് നിങ്ങളെ അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾ പറയുന്നതിനല്ലേ യെസ് പറയുന്നത്. എന്നെ നിങ്ങൾ നിരാശപ്പെടുത്തില്ലല്ലോ അല്ലേ? ഹേയ്, അതിൽ സംശയമാണ് സാർ. തീർച്ചയായും സാർ. ഗുഡ്, താങ്ക് യു. എന്തോന്നാണ് നിനക്ക് നോക്കി നടക്കാൻ പാടില്ലേ? നിനക്ക് നോക്കി നടന്നാ പോരെ? അതിന് എന്റെ മനസ്സിന്റെ കയ്യിലില്ലല്ലോ. ആകെ കൂടെ ശരീരം മൊത്തം തളരുന്ന പോലെ.
അപ്പൊ പിന്നെ എന്റെ അവസ്ഥ എന്തായിരിക്കും? നിന്നെക്കാളും ദയനീയ അവസ്ഥയിലാണ് ഞാനുള്ളത്. എടാ ഇനി എന്ത് ചെയ്യൂ? നീ അത് എന്നോട് ചോദിക്കും. നീ എന്നെ കുറച്ച് മുമ്പ് ക്ലാസ് എടുത്ത് തന്നത് ഒളിച്ചോടരുന്നൊക്കെ പറഞ്ഞിട്ട്. എടാ നിന്റെ കയ്യിൽ വല്ല ഐഡിയ ആണെങ്കിൽ പറ. എടാ അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിച്ചാ ഞാനെന്ത് പറയാനാ? അതെ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. എന്താ? നമ്മുടെ ഈ ശ്യാമിന്റെ ട്രെയിനിങ് ഉണ്ടല്ലോ, അതൊരു ദിവസം കൂടി എക്സ്ട്രാ ആക്കാൻ പറ്റുമോന്ന് നോക്കാൻ പറ്റുമോ? എന്തിനാണാവോ അത്? അല്ല, ഞാൻ കുറച്ചധികം ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഴുവൻ ക്ലിയർ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ശ്യാമൻ നമ്മുടെ പഴയ ഫയൽസ് ഒക്കെ പരിശോധിച്ച് പ്രസന്റേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ശ്യാമനും പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് ഇപ്പം നേരത്തെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്തോ മുൻപരിചയമൊക്കെ ഉണ്ടെന്ന്. അപ്പം ആ ഒരു ബന്ധം വെച്ച് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്യാം എന്തായാലും അത് പരിഗണിക്കാതിരിക്കില്ലല്ലോ. മായയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ അപേക്ഷിക്കുന്നതായിരിക്കും. അത് മാത്രല്ല, അയ്യോ ശ്യാമേ പോയല്ലേ, അയ്യോ ശ്യാമേ പോയല്ലേ എന്നിട്ട് കാലും കൂടി പിടിക്കാം. കാല് പിടിക്കണ്ട. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ കാല് പിടിക്കുന്നത് അത്ര ശരിയായ പരിപാടിയൊന്നും അല്ല. പിന്നെ അതും ഇത്രയും പ്രോഗ്രസീവായ നമ്മുടെ നാട്ടില് അതൊന്നും ആരും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ അപ്പൊ തലയ്ക്കകത്ത് കുറച്ച് ബോധമൊക്കെ ഉണ്ട്. ഞങ്ങളോട് സംസാരിക്കണപ്പോ ഞാൻ വിചാരിച്ച് കിളി പോയി നടക്കണം. കിളിയോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതൊന്നും ഇല്ല. ഗൈസ്, അപ്പൊ എങ്ങനെയാ കലാപരിപാടികളൊക്കെ തുടങ്ങല്ലേ? ആ പിന്നെന്താ, തുടങ്ങി കളയാം. അപ്പൊ എന്നാ എല്ലാരും കൂടി അടിച്ചു കയറി വാ. അതെ. അവൻ പറഞ്ഞിട്ടില്ലേ അടിച്ച് കയറി വരാൻ? പോയി രണ്ടെണ്ണം അടിച്ചിട്ട് കയറി ചെന്നാലാ? എടാ നമ്മുടെ ശവപ്പെട്ടിൽ ആണി അടിച്ചിട്ട് കയറി വരാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടോ? നീ വന്ന് വാ.